ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ വീഡിയോ ഒന്ന് ക്യാമറ ശരിയാക്കി വെക്കട്ടെ. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇപ്പൊ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അത് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പൊ നമുക്ക് മൈഗ്രെയിൻ നന്നായിട്ടുണ്ട്. തലവേദന കൂടുതലായിട്ട് കണ്ടു. അതുപോലെ തന്നെ കണ്ണ് കാണാതെയാവുക, കണ്ണിലേക്ക് ഈ ഒരു കണ്ണിലേക്ക് മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണിന് വെള്ളം വരിക, കാഴ്ചക്കൊക്കെ ഒരു ബ്ലർ പോലെ തോന്നുക, അങ്ങനെ ഓരോന്നും ഉണ്ടായി. അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിച്ചു. പിന്നെ അതുപോലെ കൈ കടച്ചില് വരിക, അതൊക്കെ വരുമ്പോ നമ്മൾ കരുതില്ലല്ലോ തലവേദനയുടെ ഭാഗമാണെന്ന്. അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിച്ചു, 1 മാസത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോഴും തലവേദനയ്ക്ക് ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ, നമ്മളുടെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ ശരിയാക്കട്ടെ കേട്ടോ. അങ്ങനെ എന്ത് പറയുന്നു, നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഒരുപാട് വർഷം, 10 വർഷം മുന്നേട്ട് എനിക്ക് ഇതുപോലെ വന്നിട്ടുള്ളത്. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് തുടങ്ങിയതും. അത് വളരെ കൂടുതലായിരുന്നു. ഛർദിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കും വേറെ എന്തോ അസുഖമാണെന്ന്. അങ്ങനെ ആദ്യമായിട്ട് വരികയല്ലേ. അപ്പൊ എനിക്കും അറിയില്ലായിരുന്നു എന്താണിത് സംഭവം എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മൈഗ്രെയിൻ എന്നുള്ളത് അറിയുന്നത്. ഇതുപോലെ 1 മാസത്തോളം മരുന്ന് കഴിച്ചു. അങ്ങനെ അതാണ്ട് മാറി. പിന്നെ അങ്ങനെ അടുത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിങ്ങനെ മാസങ്ങൾ ഇടയ്ക്കൊക്കെ ആയിട്ടോ യാത്രകൾ പോകുമ്പോഴോ അങ്ങനെയായിട്ട് കാണാൻ തുടങ്ങി. നമ്മൾ സാധാ തലവേദന അപ്പൊ ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും മാറി. ഇപ്പൊ വെച്ചത് എന്നൊന്ന് പറഞ്ഞതുപോലെയായി. തീരെ നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ 1 മാസത്തെ മരുന്ന് കഴിച്ചു. CT എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തു. അതിന് കുഴപ്പമില്ല. CT എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ പേടിയായിട്ട് എന്താണാവോ എന്ന് വിചാരിച്ചു. പിന്നെ അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ കണ്ണ് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പോഴും കാഴ്ചക്കുറവിൻ്റെതായിട്ടൊന്നും പറഞ്ഞില്ല. മൈഗ്രെയിൻ കൂടുമ്പോൾ വരുന്ന പ്രയാസമാണെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കണ്ണ് ഡോക്ടറെ മാത്രമേ കാണിക്കാണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ അതുപോലെ ചെയ്തതാണ്. എനിക്ക് വളരെ സിവിയർ ആയിരുന്നു. അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് അങ്ങനെ വരുന്നില്ല പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാലോ എന്ന് കരുതിയിട്ട് പോയതാണ്. എന്തായാലും പിന്നീട് പറയാട്ടോ, ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം, എങ്ങനെയുണ്ട് എന്താന്നുള്ളത്. ഇന്ന് പുലർച്ചെ പോണം. നമ്മളൊരു 3 മണി 4 മണിക്ക് എത്തുന്ന രീതി പോകണം. വെയിലാകുമ്പോഴേക്ക് തന്നെ തിരിച്ച് നമ്മളുടെ വീട്ടിലെത്തി. ഒന്ന് പുറത്ത് എവിടെയും പോകാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട്, ഉച്ചയ്ക്ക് 2 മണി 3 മണി നേരത്തൊക്കെ ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാല് നമ്മളെ കൂനമൂച്ചി, പരപ്പനങ്ങാടി ഭാഗമാണ്, പാലക്കാട് ജില്ല. അവിടെയാണ് ഇത് ഉള്ളത്. എന്തായാലും എനിക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ. കാരണം മൈഗ്രെയിൻ തലവേദന വെച്ച് നടക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ ചിരിക്കുന്നു, കളിക്കുന്നു. കൂടിക്കഴിഞ്ഞാൽ ചിരിയും കളിയൊന്നും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും തലവേദന വരുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. സാധാ തലവേദനയാണെങ്കിൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്താൽ മതി, അത് മാറിപ്പോവും. പക്ഷെ മൈഗ്രെയിൻ ഇതുവരെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ കിട്ടിയത് വേദനയുടെ ഗുളികയും അതുപോലെ ഇതിനുള്ള ഒരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. കുറച്ചും കൂടെ കൂടിയിട്ടുള്ളൊരു തലവേദനയായിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നതെങ്കിൽ വേദനയുടെ അത് നമുക്ക് ഇഞ്ചക്ഷനിലൂടെയും പെട്ടെന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി തരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇനി എന്തെങ്കിലും വേറെ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി CT സ്കാനും ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ചെയ്ത് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള തലക്കെട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്താന്നുള്ളതൊക്കെ പോകെ പറയാം. പുലർച്ചെയാണ് പോകേണ്ടത്. ഇനി എന്താ പറയാ, അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്റെ അനുഭവത്തിലൂടെ വരുമ്പോൾ ഞാനത് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. കാരണം ആർക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നുവെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, നമ്മൾ എത്ര പൈസ ഇതിനായിട്ടൊക്കെ കളയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇടത്ത് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു വേറൊരു കാര്യമില്ല കേട്ടോ. അവര് അവിടെ എത്തുന്നു, നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അവിടെ എത്തിക്കഴിഞ്ഞാല് പുലർച്ചെ 3 മണിക്കൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാല് പച്ചമരുന്നുകൾ അവർ ചതച്ച് നമ്മളെ നെറ്റിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് തരും. എന്നിട്ടൊരു നമ്മളുടെ ഒരു കോട്ടൺ കൊണ്ട് ഇതുപോലെ കെട്ടിത്തരും. അത് പിന്നെ അഴിക്കരുത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കോ വൈകിട്ടൊക്കെ അഴിച്ച് മാറ്റാൻ പാടുള്ളൂ. വേറെ ഒന്നുമില്ല. പുറത്തിറങ്ങണ്ട,
കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ള തീരെ വെയിൽ കൊള്ളാതിരിക്കുക, റെസ്റ്റ് എടുക്കുക. നല്ല ആശ്വാസമാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇനിയും വരേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ആയുർവേദ മരുന്നാണ് കേട്ടത്, വേറെ നമുക്ക് കഴിക്കേണ്ട മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതലായ കാരണം എനിക്ക് ഈ ഒരു കണ്ണിനും ഇടത്തെ കണ്ണിനും അതുപോലെ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയില്ല, വിശപ്പില്ല, ദാഹമില്ല, ശബ്ദം കേട്ടുകൂടാ, ലൈറ്റ് കണ്ടുകൂടാ, വേഗം പോയി കിടക്കുക. ഞാൻ തോർത്തൊക്കെ നനച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുക ചെയ്യും. കാരണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ തലവേദന വരികയാണ്. 1 മാസത്തോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പോലും വരികയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറട്ടെ, നമുക്ക് ഉഷാറായിട്ട് കാണാം. ഓക്കെ, ബൈ.